ദേശീയപാത 85ന്റെ ഭാഗമായ ഇടുക്കി നേര്യമംഗലം വനമേഖലയിൽ മുടങ്ങിക്കിടന്നിരുന്ന നിർമ്മാണ ജോലികൾ പുനരാരംഭിക്കുവാനുള്ള തുടർ പ്രവർത്തനങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച മലയോര നിവാസികൾ. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നേര്യമംഗലം വനമേഖലയിൽ റോഡുമായി ബന്ധപ്പെട്ട സർവേ നടപടികൾ ആരംഭിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വൈകാതെ റോഡ് നിർമ്മാണ ജോലികൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞേക്കുമെന്നതാണ് പ്രതീക്ഷ. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നവീകരണ ജോലികൾ നടന്നു വന്നിരുന്ന നേര്യമംഗലം വനമേഖലയിൽ ഏതാനും നാളുകൾക്ക് മുമ്പായിരുന്നു കോടതി വ്യവഹാരങ്ങളിൽ കുടുങ്ങി നിർമ്മാണ ജോലികൾ നിർത്തിവെക്കേണ്ടതായി വന്നത്. ദേശീയപാതയുടെ മറ്റിടങ്ങളിൽ റോഡ് നിർമ്മാണം തകൃതിയായി നടക്കുമ്പോഴും നേര്യമംഗലം വനമേഖലയിൽ നിർമ്മാണ ജോലികൾ തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു. റോഡ് നിർമ്മാണം തടസ്സപ്പെട്ടതോടെ ദേശീയപാത സംരക്ഷണ സമിതി അടക്കം ബഹുജന പ്രതിഷേധവുമായി രംഗത്ത് വരികയും റോഡ് നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശനടക്കമുള്ള കോൺഗ്രസിന്റെയും യു.ഡി.എഫിന്റെയും നേതാക്കൾ ഇടുക്കിയിലെത്തിയപ്പോൾ റോഡ് നിർമ്മാണം പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുകയും യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സം നീക്കാൻ നടപടികൾ കൈക്കൊള്ളാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഭരണം യു.ഡി.എഫ് നേടിയതോടെയാണ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സം നീക്കാനുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. സർക്കാരിന്റെ നിർദ്ദേശാനുസരണം ജില്ലാ കളക്ടറുടെ ഉത്തരവനുസരിച്ച് ഉദ്യോഗസ്ഥ സംഘം ഇന്ന് റോഡുമായി ബന്ധപ്പെട്ട സർവേ നടപടികൾക്ക് തുടക്കം കുറിച്ചു. സർവേ നടപടികളടക്കം മറ്റു നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിച്ച് മുടങ്ങിക്കിടക്കുന്ന റോഡ് നിർമ്മാണം പുനരാരംഭിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ ദേശീയപാതയുടെ ഭാഗമായ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14 കിലോമീറ്റർ ഭാഗത്താണ് നിർമ്മാണ ജോലികൾ മുടങ്ങിക്കിടക്കുന്നത്. നിലവിൽ ദേശീയപാതയുടെ മറ്റിടങ്ങളിൽ റോഡ് നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.